ഓരോ മഴക്കാലം എത്തുമ്പോഴും പുറം ലോകവുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ആദിവാസി ഗ്രാമമാണ് ഇടമലക്കുടി. മഴ കനത്തതോടെ ആദിവാസി ഉന്നതി ഇത്തവണയും ഒറ്റപ്പെട്ട് കഴിഞ്ഞു. റോഡും പാലവും ഇല്ലാത്തതിനാൽ റേഷൻ സാധനങ്ങൾ എത്തിക്കാൻ പുഴ നീന്തിക്കടക്കേണ്ട അവസ്ഥയാണ് അവിടുത്തെ മനുഷ്യർക്ക്. ഇടമലക്കുടിയിലെ ഉണ്ണികൃഷ്ണൻ പറയാണ്, ഇത് പെരുങ്കടംകുടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ പാലത്തിലാണ് വരുന്നത്. ഈ പാലത്തിലാണ് വരുന്നത്. ഇവിടുത്തെ ഈ രേഷ്മകരിയൊക്കെ കൊണ്ടുവരുന്നത് ഇവിടത്താണ്. പെരുങ്കടംകുടിക്കാർ ഈ പാലത്തിലാണ്. ഈ നൂരടിക്കുടിക്ക് പോകുന്ന വഴിയും കൂടെയാണ്. ഇവിടുത്തെ സർക്കാരുമായിട്ട് ഒരു പാലത്തിന്റെ ആവശ്യമുണ്ട് ഭയങ്കര തോന്നുന്നു. ഇവിടെ ഒരു അവസ്ഥയാണ്. ഓരോ മഴക്കാലവും ഇടമലക്കുടി ആദിവാസി ഗ്രാമം ഇങ്ങനെയാണ്. പുറം ലോകവുമായി എല്ലാ ബന്ധവും അടയും. റേഷൻ പോലും ചുമന്നും പുഴ നീന്തിക്കടന്നും എത്തിക്കേണ്ട അവസ്ഥ. നെന്മണൽക്കുടി സൊസൈറ്റിയിൽ നിന്നും ഭക്ഷണ സാമഗ്രികൾ എത്താൻ 3 മണിക്കൂറോളം നടക്കണം. മഴയിൽ ഭക്ഷ്യധാന്യങ്ങൾ നനഞ്ഞ് നശിക്കുന്നതും പതിവ്. മണലാർ ഭാഗത്ത് പാലമില്ലാത്തതിനാൽ 5 വാർഡുകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ദുഷ്കരമായി. ഇടമലക്കുടിയുടെ ഒറ്റപ്പെടലിന് ശാശ്വത പരിഹാരം കാണാൻ പാലവും റോഡും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ഒരുക്കണമെന്ന് മുതുവാൻ ആദിവാസി സംഘടന സംസ്ഥാന പ്രസിഡന്റ് പൽജാജ് ആവശ്യപ്പെട്ടു. റോഡ് സൗകര്യമില്ല, പിന്നെ പാലങ്ങളില്ല. മണലയാറ് പാലമില്ലാത്ത അതിൻ്റെ അപ്പുറത്തേക്ക് 4-5 വാർഡ് ഒറ്റപ്പെട്ടു പോയി. അതുപോലെ തന്നെ നെന്മണൽക്കുടി സൊസൈറ്റി കുടിയിൽ നിന്ന് 3 മണിക്കൂർ നടന്നു വേണം ഈ പാവങ്ങളെത്താൻ. അരി റേഷനൊന്നും ഇല്ലാതെ വലയുകയാണ് അവിടെ ജനങ്ങൾ. പുഴ നീന്തി കടന്നാണ് പോകുന്നത്. അരിയൊക്കെ നനഞ്ഞ് കഷ്ടപ്പെട്ട് നെന്മണൽക്കുടി ഒറ്റപ്പെട്ടു. അതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. മഴ ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ ഇടമലക്കുടിയിലെ ജനങ്ങളുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. ഓരോ മഴക്കാലത്തും ആവർത്തിക്കുന്ന ദുരിതത്തിന് താൽക്കാലികമായ നടപടികളല്ല, ശാശ്വതമായ പരിഹാരമാണ് സർക്കാർ ഉറപ്പാക്കേണ്ടത്. കൈരളി ന്യൂസ്, ഇടുക്കി.